89.6 FM Sargakshetra SK Junction. Good morning. Welcome to SK Junction on Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് അന്നെയാണ് കേട്ടോ. സോ സൂപ്പർ സ്റ്റാർട്ടിന് ശേഷം നമ്മൾ SK ജംഗ്ഷനിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ എന്നത്തെയും പോലെ ജോയിൻ ചെയ്യുമ്പോൾ കുറേ പേരും കാത്തിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ പോകുന്നത്. സോ ഇന്ന് ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ വെൽക്കം ചെയ്യാണ് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് endocrinologist Dr. Andresa Jose. Hello doctor, good morning. Hello Anna, good morning. സുഖമായിട്ടിരിക്കുന്നോ? All good. How are you? അടിപൊളിയായിട്ടിരിക്കുന്നു. എന്തായാലും ഡോക്ടറുടെ ആ ചിരിച്ച മുഖം കണ്ടപ്പോൾ തന്നെ ഞാനും ഭയങ്കര പോസിറ്റിവിറ്റിയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാനുള്ള സമയം ആയിട്ടുണ്ടല്ലേ? Yes, definitely. ഓക്കെ, അപ്പോൾ ഇനി അധികം സർപ്രൈസുകൾ ഇടുന്നില്ല. സോ ബട്ടർഫ്ലൈസിന് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ഒക്കെ വരാറുണ്ടല്ലേ? ഇന്ന് ബട്ടർഫ്ലൈയുടെ പോലെ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഗ്ലാൻഡിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് തൈറോയിഡിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ എൻഡോക്രൈൻ സിസ്റ്റത്തെ മൊത്തത്തിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് തന്നെയാണ് തൈറോയിഡ്. സോ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ തൈറോയിഡ് മൂലം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാവും. ഈവൻ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവരോ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അറിയാം, കേൾക്കാം, മനസ്സിലാക്കാം. സോ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ ഡോക്ടർ, ശരിക്കും അപ്പോൾ ഈ തൈറോയിഡ് ഗ്രന്ഥി എന്താണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ബോഡിയിൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വലിയൊരു പങ്കുണ്ട്? സോ അന്ന പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. നമ്മുടെ കഴുത്തിൽ നെക്കിൻ്റെ അവിടെയാണ് ഈ ബട്ടർഫ്ലൈ ഷേപ്പ് ഗ്ലാൻഡിന്റെ സ്ഥാനം. സോ നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. ഹോർമോൺസിനെ കുറിച്ച് ഡീൽ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ് എൻഡോക്രൈനോളജിസ്റ്റുകൾ. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ രണ്ട് രൂപത്തിൽ പുറപ്പെടുവിക്കുന്നുണ്ട്. T4 എന്ന ഹോർമോണും അത് പെരിഫറി, അതായത് ബാക്കിയുള്ള അവയവങ്ങളിൽ അത് T3 എന്ന തൈറോയിഡിന്റെ ഹോർമോൺ ആയിട്ട് മാറുകയും അതിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യും. നമ്മുടെ ബോഡി മെറ്റബോളിസത്തിന്റെ ഒരു മേജർ റെഗുലേറ്ററാണ് ഈ പറയുന്ന തൈറോയിഡ് ഹോർമോൺ. നമ്മളൊരു വണ്ടിയിൽ പെട്രോൾ അടിക്കുക അല്ലെങ്കിൽ ഒരു കുക്കിങ്ങിനിടയിൽ തീ കത്തിക്കുക, അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഈ ഗ്ലാൻഡിന് നമ്മുടെ ശരീരത്തിലെ ഫംഗ്ഷൻസിനായിട്ടുണ്ട്. ഓക്കെ, സോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് തൈറോയിഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ കൂടുതലായിട്ടും ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ പറ്റി നമുക്ക് സംസാരിക്കാം, കേൾക്കാം SK ജംഗ്ഷനിലൂടെ തന്നെ. അതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു മാസം തൈറോയിഡ് അവയർനെസ് മന്ത് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് അല്ലേ? സോ ഈ ഒരു തൈറോയിഡ് അവയർനെസ് മന്ത് ആചരിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണ്? എല്ലാ അസുഖങ്ങൾക്കും നമുക്കൊരു അവയർനെസ് മന്ത് അല്ലെങ്കിൽ ഒരു അവയർനെസ് ഡേ ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്, ഡയബറ്റിസ് ഡേ, അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡേ ആചരിക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ അസുഖത്തെക്കുറിച്ചുള്ള അവയർനെസ്, എന്താണ് ഈ അസുഖം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്, എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുജനത്തെ, സാധാരണ ആൾക്കാരെ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഓരോ അവയർനെസ് ഡേയോ മന്തോ ആഘോഷിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പൊ ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉള്ള കാലമാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാർ, അങ്ങനെ ഒത്തിരി പേര് മിസ് ഇൻഫർമേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ യൂട്യൂബിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമുക്ക് ഒരുപാട് മിസ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം മോസ്റ്റ്ലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മുടെ ആൾക്കാർ, അസുഖമുള്ളവർ വളരെ പാനിക് ആവും. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻസ്ഡ് ആവും, അവർ കൺഫ്യൂസ്ഡ് ആവും. ആര് പറയുന്ന വിശ്വസിക്കണം, ആര് പറയുന്ന വിശ്വസിക്കേണ്ടെന്ന് അവർക്കൊരു കൺഫ്യൂഷൻ വരും. അത് ഒഴിവാക്കാൻ കൂടിയാണ് എപ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒരു അവയർനെസ് മന്ത് ആൾക്കാരെ ബോധവൽക്കരിക്കുക, അല്ലെ അവരുടെ ഒരു വിശ്വാസത്തെ ബലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ അവയർനെസ് ആചരിക്കുന്നത്. ഓക്കെ, സോ കുറേ പേർക്കും ഇപ്പൊ മനസ്സിൽ വരാൻ സാധ്യതയുള്ള കുറേയധികം വേർഡ്സ് ഉണ്ട്. എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഇങ്ങനെ കുറേയധികം ക്വസ്റ്റ്യൻസ്. അപ്പോൾ തൈറോയിഡിനെ പറ്റിയിട്ടുള്ള എന്ത് ഡൗട്ട് ആണെങ്കിലും കേട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ എന്തായാലും അതിനൊരു സൊല്യൂഷൻ SK ജംഗ്ഷനിലൂടെ തന്നിരിക്കും. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ്. കൂടെയുള്ളത് അന്നെയാണ് കേട്ടോ. 89.6 FM Sargakshetra SK Junction.
വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതൂരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ് നമ്മൾ ഇന്ന് തൈറോയിഡിനെ പറ്റിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ SK ജംഗ്ഷനിലൂടെ. ആൻഡ് നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് നമ്മുടെ ഡൗട്ടുകളൊക്കെ ഒന്ന് മാറ്റി കളയാൻ വേണ്ടി കൂടെ എത്തിയിട്ടുള്ളത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ് ആണ്. കുറച്ച് മുൻപ് നമ്മൾ എന്താണ് തൈറോയിഡ് ഗ്രന്ഥി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഒപ്പം തന്നെ ഈ ഒരു തൈറോയിഡ് അവയർനെസ് മന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ആചരിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. ശരിക്കും സാധാരണയായിട്ട് നമ്മൾ കാണുന്ന തൈറോയിഡിന്റെ രോഗങ്ങൾ എന്തൊക്കെയായിരിക്കും ഡോക്ടർ? തൈറോയിഡിന്റെ രോഗങ്ങൾ പല തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് തൈറോയിഡിന്റെ സ്ട്രക്ചർ അഥവാ ഘടനയെ ആസ്പദമാക്കിയുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രവർത്തനത്തെ ആസ്പദമാക്കിയുള്ള രോഗങ്ങൾ. ഇപ്പോൾ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന ആൾക്കാരിൽ അതാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം വളരെ കൂടുതലുള്ളപ്പോൾ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. അല്ലെങ്കിൽ ചില സമയത്ത് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ ഒരു ഫ്ലൂ എപ്പിഡമിക്, നമ്മുടെ കോവിഡ് വന്നു, ആ സമയത്ത് ഇങ്ങനത്തെ അസുഖങ്ങളും തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കും. അങ്ങനെയുള്ള അസുഖങ്ങൾ യൂഷ്വലി സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും. അതിന് സിംറ്റംസ് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതിനെ മാത്രം കൺട്രോൾ ചെയ്യാൻ മതിയാവും. അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് തൈറോയിഡൈറ്റിസ് അങ്ങനത്തെ റിലേറ്റഡ് ഡിസീസസ് വരും. പിന്നെ തൈറോയിഡിലുണ്ടാകുന്ന നൊഡ്യൂൾസ്, ആ നൊഡ്യൂൾ പ്രവർത്തിക്കുന്ന നൊഡ്യൂൾസ് ആണോ അതോ പ്രവർത്തനരഹിതമായ കോൾഡ് നൊഡ്യൂൾസ് ആണോ, ക്യാൻസർ ആവാനുള്ള ചാൻസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ ഇപ്പോൾ മെൻഷൻ ചെയ്ത ഒരു കാര്യമുണ്ട്. തൈറോയിഡ് ഡിസീസിൽ നോക്കുകയാണെങ്കിൽ അതിൽ കുറേ ടൈപ്സ് ഉണ്ട്. അതിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം. ശരിക്കും ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? വ്യക്തികളിലേക്ക് ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം രണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത് ഇതിലേതാണ്? ഹൈപ്പോ തൈറോയിഡിസത്തിനും ഹൈപ്പർ തൈറോയിഡിസത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും സിംറ്റംസ് ഡിഫറെൻ്റ് ആണ്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്ന സിറ്റുവേഷനാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ മെയിൻ കൺട്രോൾ വേറെ ഏത് ഗ്രന്ഥിയും പോലെ തന്നെ നമ്മുടെ തലച്ചോറിലെ മാസ്റ്റർ ഗ്ലാൻഡായ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡ് സ്റ്റേറ്റിൽ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കുറയുകയും ആ ഗ്രന്ഥിയെ പ്രവർത്തിപ്പിക്കാനായിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥി കൂടുതലായിട്ട് TSH എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. നേരെ മറിച്ച് ഹൈപ്പർ തൈറോയിഡിസത്തിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടും. ആ സമയത്ത് TSH ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയും. അപ്പോൾ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയ്ക്കാനുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. ഇത് രണ്ടിലും സിംറ്റംസിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള കേസിൽ ആൾക്കാർക്ക് കുറച്ച് ക്ഷീണം, തളർച്ച, അസ്വസ്ഥത അങ്ങനെ വരും. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളപ്പോൾ ആൾക്കാർ ഭയങ്കര അസ്വസ്ഥരായിരിക്കും, ഭയങ്കര അജിറ്റേറ്റഡ് ആയിരിക്കും. അവർക്ക് നെഞ്ചിടിപ്പ്, ചെറുതായിട്ട് ലൂസ് സ്റ്റൂൾസ്, ദിവസം 2-3 തവണ സ്റ്റൂള് പാസ് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസും കൂടെ ഉണ്ട്. സോ ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം രണ്ടും കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ബട്ട് നമുക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കിട്ടും. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ പതിയെ അറിയുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപ് ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഡോക്ടർക്ക് പാട്ട് ഇഷ്ടമാണോ? ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പം നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് തന്നെ പോയേക്കാം. SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to SK Junction on സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. അങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ തിരിച്ച് വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റിനെ പറ്റി തന്നെ സംസാരിക്കാനായിട്ട് തിരികെ എത്തിയിരിക്കുകയാണ്. കൂടെയുള്ളത് അന്നയാണ് കേട്ടോ. ഒപ്പം ഇന്ന് തൈറോയിഡ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ് ആണ്. സോ ഡോക്ടർ, നമ്മൾ ഇപ്പോൾ തൈറോയിഡ് എന്ന് പറയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ കുറേ പേരിൽ കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. അതെന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ വരാനുള്ള ഒരു റീസൺ? മെയിനായിട്ടും സ്ത്രീകളുടെ ഒരു ജനറ്റിക് പ്രിഡിസ്പോസിഷൻ. സ്ത്രീകൾക്ക് 2 X ക്രോമസോമും പുരുഷന്മാർക്ക് ഒരു X ക്രോമസോമും ഒരു Y ക്രോമസോമാണ് ഉള്ളത്. അപ്പോൾ ജനിതകപരമായിട്ട് തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതായത് നമ്മുടെ ശരീരം തന്നെ ശരീരത്തിനെതിരെ ആന്റിബോഡി ഉൽപ്പാദിപ്പിച്ച് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, അങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ പ്രിഡിസ്പോസിഷൻ പൊതുവിലെ സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലാണ്. എന്നിരുന്നാലും ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും നമ്മൾ പുരുഷന്മാരിൽ
ആൾക്കാരിലും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ജനറ്റിക് മേക്കപ്പും സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോണിന്റെ സാന്നിധ്യവുമാണ് സ്ത്രീകളിലെ ഈ അസുഖം കൂടുതലായിട്ട് വരാനുള്ള ഒരു പ്രധാന കാരണം. ഓക്കെ, സോ സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് കൂടുതലായിട്ടും തൈറോയിഡ് എന്ന് പറയുന്ന പ്രശ്നം കാണുന്നത് അല്ലെങ്കിൽ കണ്ടുവരുന്നത് എന്നുള്ളതിന് ഉള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് അറിയേണ്ടത് ലക്ഷണങ്ങൾ തന്നെയാണ്. അതായത് പല രീതിയിലായിരിക്കും പലർക്കും തൈറോയിഡ് ബാധിക്കുന്നത്. സോ ഏതൊക്കെ ലക്ഷണങ്ങളാണ് പൊതുവെ തൈറോയിഡ് ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ, തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പൊതുവെ കാണാനായിട്ട് പറ്റുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഓരോ പ്രായത്തിലുള്ള ആൾക്കാരിലും തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന് ഉണ്ടായ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡ് ഡെഫിനറ്റ് ആയിട്ടും അമ്മയ്ക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ സ്ക്രീൻ ചെയ്യും. അല്ലെങ്കിൽ കുഞ്ഞിന് എക്സസീവ് ലെതാർജി, ഒരുപാട് ക്ഷീണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളർച്ചക്കുറവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് മഞ്ഞപ്പ് വളരെ കൂടുതലാണെങ്കിൽ, ടങ്ങിന് സൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ തൈറോയിഡ് സ്ക്രീൻ ചെയ്യും. എന്നാൽ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ, കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ്, പെൺകുട്ടികളോ ആൺകുട്ടികളോ ആണെങ്കിൽ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ ഗൈനക്കോമാസ്റ്റി അല്ലെങ്കിൽ തിലാർക്കെ, ബ്രസ്റ്റ് നേരത്തെ വളരുക, പ്യൂബർട്ടിയിൽ വ്യത്യാസം വരിക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ കുട്ടികളിലും ചെറിയ കുഞ്ഞുങ്ങളിലും തൈറോയിഡ് സ്ക്രീൻ ചെയ്യുന്നത്. അഡൾട്ട്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് സിംറ്റം ഒന്നും ഇല്ലാതെ സർജറിക്ക് മുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഡിറ്റക്ട് ചെയ്യുന്ന അവസരങ്ങളുണ്ട്. എന്നാൽ പോലും ചില ആൾക്കാരിൽ ഇത് ഭയങ്കര ക്ഷീണമായിട്ട്, ഹൈപ്പോ തൈറോയിഡിസം വളരെ ക്ഷീണമായിട്ട്, കുറച്ച് വെയിറ്റ് ഗെയിൻ ആയിട്ട്, ഒരു ഫോക്കസ് കുറവ്, ശ്രദ്ധയില്ലായ്മ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഒരു വീക്കം പോലെയോ ഗ്ലാൻഡ് കുറച്ച് വലിപ്പ കൂടുതൽ പോലെയോ കാണാറുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ്, നെഞ്ചിടിപ്പ്, അങ്ങനെ നോൺ സ്പെസിഫിക് സിംറ്റംസും സ്പെസിഫിക് സിംറ്റംസും തൈറോയിഡ് ഡിസീസസിന് പലതായിട്ട് തന്നെയുണ്ട്. പ്രഗ്നൻസിയിൽ ഡിഫറെൻറ്റ് സിനാരിയോ ആണ്. പ്രഗ്നൻസിയിൽ ചിലപ്പോൾ ജസ്റ്റേഷണൽ ട്രാൻസിയൻ തൈറോടോക്സിക്കോസിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ആദ്യത്തെ 2-3 മാസങ്ങളിൽ നോക്കുമ്പോൾ TSH ഹോർമോൺ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫ്രീ T4 ബാക്കി ഹോർമോൺസിന്റെ അളവും കൂടെ നോക്കിയിട്ട് മാത്രമേ ആവശ്യമുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാറുള്ളൂ. ഏതൊരു പ്രായക്കാർക്കും ഏതൊരു ജെൻഡറിലുള്ള വ്യക്തിക്കാണെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഡെഫിനറ്റ്ലി ഇതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിയുന്നുണ്ട്. സോ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കേട്ടുകൊണ്ടേയിരിക്കും. SK ജംഗ്ഷൻ കൂടെയുള്ള തന്നെയാണ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തൈറോയിഡിന് സംഭവിക്കാൻ സാധ്യതയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ടല്ലേ. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് നമ്മോടൊപ്പം ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ് ആണ്. സോ ഡോക്ടർ, നമ്മൾ കുറച്ച് മുൻപ് പലതരത്തിലുള്ള തൈറോയിഡിനെ റിലേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, തൈറോയിഡിന് ഒരു പ്രശ്നം വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇപ്പൊ അതിൽ കൂടുതലായിട്ട് ഡീപ്പായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ഷീണം, അതുപോലെ തന്നെ ഭാരം കൂടുക, ഒരു വ്യക്തിക്ക് അവരുടെ വെയിറ്റ് ഗെയിനിങ് സംഭവിക്കുക, അല്ലെങ്കിൽ മുടി കൊഴിച്ചൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ തൈറോയിഡിന്റെ ലക്ഷണങ്ങളാകാൻ സാധ്യതയുണ്ടോ? ക്ഷീണം, മുടികൊഴിച്ചിൽ, ശരീരഭാരം വർദ്ധിക്കുക, ഇത് മൂന്നും വളരെ പല അസുഖങ്ങളുടെയും ലക്ഷണമായിട്ട് വരാവുന്ന ഒരു സിംറ്റംസ് ആണിത്. അതായത് നമ്മൾ ഏത് ഹോർമോണിന് പ്രശ്നം ഉണ്ടെങ്കിലും തൈറോയിഡ് മാത്രമല്ല ഇതേ സിംറ്റംസ് തന്നെ വരാം. പല ഹോർമോണൽ ഡെഫിഷ്യൻസീസ്, നമ്മുടെ ഫുഡിൻ്റെ അകത്തുള്ള എന്തെങ്കിലും എസെൻഷ്യൽ വൈറ്റമിൻസിൻ്റെ കുറവ്, അല്ലെങ്കിൽ സ്ട്രെസ്സ്, അങ്ങനെ മൾട്ടി ഫാക്ടോറിയലാണ് ഈ പറഞ്ഞ സിംറ്റംസ്. പക്ഷേ എന്നിരുന്നാലും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രോബ്ലംസ് ഉള്ളവർക്കും ഇതേ സിംറ്റംസ് തന്നെ കാണാറുണ്ട്. അപ്പം ഇതേ സിംറ്റംസ് ഉള്ളവരിൽ എന്തുകൊണ്ട് ഈ സിംറ്റംസ് വന്നു എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടൊന്ന് അസസ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പാടുള്ളൂ. താങ്ക് യു ഡോക്ടർ. സോ നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ലക്ഷണങ്ങളെ പറ്റിയിട്ടാണല്ലേ. നമ്മൾ കുറച്ച് മുൻപേ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ആർക്കും ഏത് ബുദ്ധിമുട്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ടെസ്റ്റുകളൊക്കെ എങ്ങനെയായിരിക്കും, പരിശോധനയെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മളൊരു പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ടിന് ശേഷം ഇതിനുള്ള ഉത്തരം കിട്ടിയിരിക്കും. സോ നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ് ആണ്. കൂടെയുള്ളത് അന്നയും. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ
സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മോടൊപ്പം ഇന്ന് SK ജംഗ്ഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ് ആണ്. നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് കേട്ടോ. സോ ഡോക്ടർ, നമ്മൾ കുറച്ച് മുൻപ് ലക്ഷണങ്ങളെ പറ്റി ഡീപ്പായിട്ട് തന്നെ സംസാരിച്ചു. ഇനി നമുക്കറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥിയെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പല ലക്ഷണങ്ങളും നമ്മൾ സംസാരിച്ചു. ഇതിനുള്ളൊരു പരിശോധന, ടെസ്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്കറിയാൻ താല്പര്യം. സോ എപ്പോഴാണ് ഒരു വ്യക്തി തൈറോയിഡ് പരിശോധന ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി തൈറോയിഡ് ഗ്രന്ഥിക്ക് വരുമ്പോൾ എന്തെങ്കിലും അസുഖം ബാധിക്കുമ്പോഴേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സിംറ്റംസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഉദാഹരണത്തിന് ക്ഷീണം പോലെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലോ ഉണ്ടായ കുട്ടികളിലോ ആണെങ്കിൽ എന്താണ് സിംറ്റംസ് ഉള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. അത് മാത്രമല്ല, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാരമ്പര്യമുണ്ട്, ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ടെസ്റ്റുകൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും എല്ലാ ക്ലിനിക്സും തന്നെ തൈറോയിഡിൻ്റെ ടെസ്റ്റുകളും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താറുണ്ട്. ഒരുപാട് പേഷ്യൻസ് നമ്മളുടെ അസുഖങ്ങൾ ആ ഒരു സമയത്ത് തന്നെ ഫസ്റ്റ് ടൈം ഡിറ്റക്ഷനും വരാറുണ്ട്. ഡെഫിനറ്റായിട്ട് നമ്മൾ പറയുന്നത് പ്രഗ്നൻസിയിൽ ഇതൊരു റുട്ടീൻ ചെക്കപ്പ് അല്ല എങ്കിൽ കൂടിയും ഫാമിലി ഹിസ്റ്ററി ഓഫ് തൈറോയിഡ് ഇൽനെസ്സോ, നേരത്തെ പ്രഗ്നൻസിയിൽ തൈറോയിഡിൻ്റെ അസുഖം വന്നവരോ, അല്ലെങ്കിൽ പ്രയർ മിസ്കാരേജിൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നവർ, അല്ലെങ്കിൽ പണ്ട് ഒരു ബാഡ് ഒബ്സ്ട്രക്റ്റിക് ഔട്ട്കം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രഗ്നൻസിയിൽ നേരത്തെ ഫേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരോടും നമ്മൾ ഡെഫിനറ്റായിട്ട് പറയാറുണ്ട് തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാനായിട്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ എന്തായാലും പ്രഗ്നൻസിയുടെ കാര്യം ഒന്ന് മെൻഷൻ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഡൗട്ട് വന്നേ. ഇപ്പോൾ തൈറോയിഡ് പോലെ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് PCOD അല്ലെങ്കിൽ PCOS അല്ലേ? സോ PCODയും അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയെ സംബന്ധിച്ച് വരുന്ന ബുദ്ധിമുട്ടുകളും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? PCOD ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അസുഖമാണ്. സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ പറയേണ്ടി വരും. എന്നിരുന്നാലും വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ മെറ്റബോളിക് ഡിസീസ് എന്ന് പറയുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. ഉദാഹരണത്തിന് ശരീരത്തിൽ അമിതവണ്ണമുള്ളവരിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ വെയിറ്റ് അധികം ഇല്ല എങ്കിൽ കൂടി ബോഡി ഫാറ്റ് പ്രൊപ്പോർഷൻ കൂടുതലുള്ള ആൾക്കാരിൽ PCOD വരും. അപ്പോൾ അത് ആ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ സ്പെക്ട്രം, അതായത് ഡയബറ്റിസ്, കുറച്ച് കഴിയുമ്പോൾ പ്രഷർ, കൊളസ്ട്രോള്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നൊരു PCOD ഉണ്ട്. അത് മോസ്റ്റ്ലി പ്രൈമറി PCOD എന്ന് പറയും. അതല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോർമോണുകളുടെ ബാലൻസ് തെറ്റുമ്പോഴും നമുക്ക് PCOD വരാം. അതായത് തലച്ചോറിൽ നിന്ന് വരുന്ന പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, അഡ്രീനൽ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന കോർട്ടിസോൾ ഹോർമോൺ, അല്ലെങ്കിൽ തൈറോയിഡിൽ നിന്ന് വരുന്ന തൈറോയിഡ് ഹോർമോൺ, ഈ ഹോർമോണിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് PCOD വരാം. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഒരാൾക്ക് PCOD എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ടീനേജിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ ആ ഒരു ഫെർട്ടിലിറ്റി റേഞ്ചിലുള്ള സ്ത്രീകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ PCOD ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കും. പിന്നെ എന്ത് തരം PCOD ആണെന്ന് നോക്കും. പ്രൈമറി PCOD ആണോ അതോ ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വന്നതാണോ എന്നുള്ളത്. അപ്പം ഡെഫിനറ്റായിട്ടും തൈറോയിഡിൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ PCODയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അസുഖത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ PCOSൻ്റെ ലക്ഷണങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ജനറൽ ആയിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ നേരെ ഗൂഗിളിൽ പോയിട്ട് സൊല്യൂഷൻ നോക്കാതെ സ്വയം ഡോക്ടറുടെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് വേറെ ഏതെങ്കിലും രീതിയിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലേ ഡോക്ടർ? അതെ അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ് ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം ഇന്ന് SK ജംഗ്ഷനിലൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ് ആണ്. സോ ഇന്ന് തൈറോയിഡ് ഗ്രന്ഥിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു SK ജംഗ്ഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കുറച്ച് മുൻപ് നമ്മൾ തൈറോയിഡ് എപ്പോൾ പരിശോധിക്കണം, തൈറോയിഡിന്റെ ആ ഒരു ബുദ്ധിമുട്ട് ലക്ഷണങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സംസാരിച്ചായിരുന്നു. ആൻഡ് ഇഫ് നമുക്കിപ്പോൾ തൈറോയിഡ് ഉണ്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം തൈറോയിഡ് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും മരുന്ന് അതിനനുസരിച്ച് കഴിക്കേണ്ടി വരുമല്ലോ. സോ അതിനനുസരിച്ച് മെഡിക്കേഷൻസ് എടുക്കുന്ന സമയത്ത് ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത് പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡൗട്ടാണ്. സോ എന്തായിരിക്കും ഡോക്ടർ അതിനുള്ളൊരു ആൻസർ? ഈ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കണോ എന്നുള്ളത് എപ്പോഴും നമ്മളുടെ അടുത്ത് ആൾക്കാർ വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക്
അതിന് ഒരിക്കലും ഡെഫിനറ്റ് ആയിട്ടൊരു ആൻസർ പറയാൻ പറ്റില്ല. കാരണം ജീവിതകാലം മുഴുവൻ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുക എന്നുള്ളത് നമ്മൾ കുഞ്ഞുങ്ങളിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഇല്ലാതെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അല്ല എങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഡിസ്ഹോർമോണോജെനസിസ് എന്ന് പറയും. അതായത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്ത തൈറോയ്ഡ് ഗ്രന്ഥി ഇല്ലാത്ത സിറ്റുവേഷനിലോ നമ്മൾ ലൈഫ് ലോങ് റീപ്ലേസ്മെൻറ്റ് പറയും. പക്ഷേ ബാക്കിയുള്ള കേസുകളിൽ നമ്മൾ ഒത്തിരി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. ഉദാഹരണത്തിന് ഒരാൾക്ക് അമിതവണ്ണത്തിൻ്റെ ഭാഗമായിട്ടാണോ തൈറോയ്ഡ് വന്നത്, അങ്ങനെയുണ്ടെങ്കിൽ വണ്ണം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവും. അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടാണോ വന്നത്, സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്ന ഹൈപ്പോ തൈറോയിഡിസം ആണോ, ഹൈപ്പർ തൈറോയിഡിസം ആണോ, എന്താണ് ആൻറ്റിബോഡിയുടെ സ്റ്റാറ്റസ്, ഫ്രീ T4 ഹോർമോണിൻ്റെ അളവ് എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ ആ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. തീരെ ചെറിയ കുട്ടികളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 3 years ഒക്കെ ആകുമ്പോൾ വേറെ മേൽപ്പറഞ്ഞ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ആ ഗ്രന്ഥി തന്നെ വർക്ക് ചെയ്യുമോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഒരു മെഡിസിന് നമുക്ക് യൂഷ്വലി ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട വരും എന്ന് ലേബൽ ചെയ്ത് നമുക്ക് ഒരു അസുഖത്തിനും അങ്ങനെ മെഡിസിൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല. സോ ഡോക്ടർ, തൈറോയിഡിന്റെ മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? എഗെയിൻ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം ആണോ ഹൈപ്പർ തൈറോയിഡിസം ആണോ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ചിരിക്കും. ഹൈപ്പോ തൈറോയിഡിസിന് നമ്മൾ ലിവോ തൈറോക്സിൻ എന്ന് പറയുന്ന T4 ഹോർമോണിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ് വളരെ സാധാരണയായിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അതേ ഹോർമോൺ തന്നെയാണ് നമ്മൾ മരുന്നായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് യൂഷ്വലി അങ്ങനെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാറില്ല. ഇതൊരു ഹോർമോൺ തന്നെ ആയതുകൊണ്ട് ഇത് എത്ര നാൾ കഴിച്ചാലും ഇതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മളുണ്ടായ കുട്ടികൾക്ക്, ഗർഭിണികൾക്ക് ഇതെല്ലാം വളരെ സേഫായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഫാസ്റ്റിങ്ങിൽ കഴിക്കണം, കഴിച്ചിട്ട് ഒരു 40 minutes കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെ വെള്ളമല്ലാതെ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പോലെയും ചില പ്രത്യേക ബ്രാൻഡുകൾ ഈ ഹോർമോൺ അഡിറ്റീവ്സ്, ഹോർമോൺ പെർസെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല. അപ്പോൾ അഡിറ്റീവ്സ് ആഡ് ചെയ്യുമ്പോൾ ആ അഡിറ്റീവ്സിനോട് എന്തെങ്കിലും അലർജി ഉള്ളവർക്ക് ഈ മെഡിസിൻ വർക്ക് ആവേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഹൈപ്പോതൈറോയിഡിസിന് ബ്രാൻഡ് മാറ്റി നോക്കുവോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് എന്തെങ്കിലും ട്രൈ ചെയ്ത് പോകുന്നത്. പക്ഷേ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ള മെഡിസിൻ, അതായത് കാർബിമസോൾ, മെത്തിമസോൾ അങ്ങനത്തെ മരുന്നുകളാണ് കഴിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതായത് എല്ലാവർക്കും വരണമെന്നില്ല, എന്നിരുന്നാൽ പോലും വളരെ റെയറായിട്ട് ഹെപ്പറ്റൈറ്റിസ് പോലെ ലിവറിൻ്റെ എൻസൈംസ് കൂടി കാണാറുണ്ട്. ചിലരിൽ കൗണ്ട് കുറയാറുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് ചൊറിച്ചിൽ പോലുള്ള സ്കിന്നിൻ്റെ ഇറിറ്റേഷൻസ്, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഈ കാർബിമസോൾ മരുന്ന് അല്ലെങ്കിൽ മെത്തിമസോൾ കൊടുക്കുന്ന സമയം, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെങ്കിൽ പ്രൊപ്പൈൽ തയോയുറാസിൽ എന്ന് പറഞ്ഞ മരുന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ മരുന്നുകൾ എടുക്കുമ്പോൾ ഓരോ തവണയും നമ്മൾ അതിന് വേണ്ട സ്ക്രീനിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എപ്പോഴും ആൾക്കാർക്ക് മരുന്നുകൾ കൊടുക്കാറുള്ളൂ. ഓക്കെ ഡോക്ടർ, എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പാട്ടുകൾക്ക് ശേഷമായിരിക്കും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും അറിയാനായിട്ട് പോകുന്നതും. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ് ആണ്. ആൻഡ് തൈറോയിഡിനെ പറ്റി, അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ അസുഖങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിനെ പറ്റിയിട്ടുള്ള പരിശോധനകളെ പറ്റിയും അതുപോലെ മരുന്നുകളെ പറ്റിയും ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു സംശയം എന്ന് പറയുന്നത് തൈറോയിഡ് ഉള്ളവർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തന്നെയാണ്. സോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡോക്ടർ? തൈറോയിഡ് ഗ്രന്ഥിയെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പ്രധാന കൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്ന അയഡിൻ ആണ്. അപ്പം മിനറൽ അയഡിൻ, അതായത് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ നമ്മൾ അയഡിൻ റീപ്ലേസ് ചെയ്യും. എന്നാൽ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആൾക്കാരോട് നമ്മൾ അയഡിൻ ഒഴിവാക്കാൻ പറയും. അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുതലാണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഡയറ്റ് റെസ്ട്രിക്ഷൻ പറയും. അയഡിൻ ഇല്ലാത്ത ഉപ്പ് ഉപയോഗിക്കാനായിട്ട് അവരോട് പറയും. അപ്പോൾ അതർവൈസ് തൈറോയിഡ് ഗ്രന്ഥിയുടെ അസുഖങ്ങളിൽ അയഡിൻ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പക്ഷേ ഒരു കോമൺ മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാബേജ് കഴിക്കരുത്, കോളിഫ്ലവർ കഴിക്കരുത്, കപ്പ കഴിക്കരുത്, ഗ്ലൂട്ടൻ കഴിക്കരുത്, അങ്ങനെയൊന്നും ഇല്ല. അപ്പം നമ്മളൊരു ലിമിറ്റഡ് എമൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ടീച്ചിങ്ങിൽ പറയുമായിരുന്നു ക്രൂസിഫറേസിയെ അധികം കഴിക്കാൻ പാടില്ല. കാരണം അതിലുള്ള തയോസൈനേറ്റ്, ഇപ്പം കപ്പയ്ക്കാണെങ്കിൽ ഒരു കട്ടെന്ന് പറയും, അത് അതിൻ്റെ അകത്തെ സൈനേറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ തയോസൈനേറ്റ് ഈ അയഡിനുമായിട്ട് പ്രതിപ്രവർത്തിച്ച് അയഡിനെ തൈറോയിഡ് ഗ്രന്ഥിയിലേക്ക് കയറുന്നത് ബ്ലോക്ക് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഇപ്പം നമ്മൾ കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് സ്റ്റഡികൾ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ആഹാരത്തിൽ അങ്ങനെ ഒരു ഡെഫിനറ്റായിട്ട് വലിയൊരു റോൾ അതിൻ്റെ അകത്തില്ല. അപ്പം നമ്മൾ മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് യൂഷ്വലി നോർമൽ ഡയറ്റിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ വീടുകളിൽ രാവിലെ ക്യാബേജ്, ഉച്ചയ്ക്ക് കോളിഫ്ലവർ, വൈറ്റ് ബ്രോക്കോളി, ആ ഒരു റേഞ്ചിൽ നമ്മൾ ആരും തന്നെ ഫുഡ് കഴിക്കാറില്ല. അപ്പോൾ നോർമലായിട്ട് ഒരു വീടുകളിൽ കാണുന്ന പോലെ നമ്മൾ ഈ പച്ചക്കറികളോ അല്ലെങ്കിൽ കപ്പയോ ഒന്നും കഴിക്കുന്നതിന് തൈറോയിഡിൻ്റെ അസുഖങ്ങൾ ഒരു തടസ്സമല്ല.
പിന്നെ അയഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയഡിൻ എന്ന് പറഞ്ഞ മിനറലിന് ഒരു റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ഉണ്ട്. അതായത് ഓരോ ആൾക്കാരും ഓരോ പ്രായത്തിൽ എത്ര മില്ലിഗ്രാം അല്ലെങ്കിൽ എത്ര മൈക്രോഗ്രാം ഈ അയഡിൻ ബാക്കിയുള്ള മൂലകങ്ങൾ പോലെ തന്നെ എടുത്തിരിക്കണം എന്നൊരു കണക്കുണ്ട്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും അതിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നത്. പിന്നെ പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും സ്വാഭാവികമായിട്ട് അയഡിൻ്റെ ഇൻടേക്ക് നമ്മൾ കൂട്ടേണ്ടതായിട്ടുണ്ട്. സോ ഭക്ഷണത്തിൻ്റെ കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഉറപ്പായിട്ടും എക്സസൈസിൻ്റെ കാര്യം കൂടി അറിയേണ്ടത് അത്യാവശ്യമാണ്. സോ അതിനെപ്പറ്റി, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വ്യായാമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റി നമുക്ക് കേൾക്കാം. സോ ഡോക്ടർ, എന്തൊക്കെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസും മെറ്റബോളിക് ഡിസീസും ഒരു പരിധിവരെ വ്യായാമം ചെയ്യുന്നത് ഹെൽപ്ഫുള്ളാണ്. അതായത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലൊരു മെറ്റബോളിസം ബെറ്റർ ആവും, നമ്മുടെ ശരീരഭാരം കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യുകയാണ്, ജനറൽ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിനും അത് വളരെ ബെനിഫിഷ്യലാണ്. എപ്പോഴും വ്യായാമം ചെയ്യുന്നത് തന്നെയാണ് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉത്തമം. എന്നാൽ പോലും ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ അക്യൂട്ട് ഫേസ്, അതായത് തൈറോടോക്സിക്കോസിസ് ഒരു ഫേസ് ഉണ്ട്. ആ ഒരു സ്റ്റേജിലുള്ള ആൾക്കാരിൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ അമിതമായിട്ട് രക്തത്തിലേക്ക് ചെല്ലുമ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടും. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കുറച്ച് നാളത്തേക്ക് അതൊന്ന് കൺട്രോൾ ആവുന്നവരെ വ്യായാമം ഒഴിവാക്കാൻ പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഏതാണ് ആ ഒരു പീരീഡ്, എത്ര നാൾ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ളൊരു റെസ്റ്റ് ആവശ്യമാണ്, അതിനുശേഷം കൃത്യമായ രീതിയിൽ വ്യായാമം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഡോക്ടറെ കണ്ട് തന്നെ മനസ്സിലാക്കണം, അല്ലേ? ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർ. അതെ, തീർച്ചയായും അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ. സോ നമുക്ക് എന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം SK ജംഗ്ഷനിലേക്ക്. കൂടെയുള്ളത് അന്നയാണ്. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to SK Junction on Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. പാട്ടുകൾക്ക് ശേഷം നമ്മളങ്ങനെ തൈറോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയെ പറ്റിയും അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയെ സംബന്ധിച്ചുള്ള കുറച്ചധികം ബുദ്ധിമുട്ടുകളെ പറ്റിയും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിക്ക് ബുദ്ധിമുട്ടുള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റിയും അതുപോലെ തന്നെ വ്യായാമത്തെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇനി സ്ത്രീകളെ കുറച്ചുകൂടിയും ഫോക്കസ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ഇപ്പോൾ തൈറോയിഡ് ഗർഭധാരണത്തെ അല്ലെങ്കിൽ പീരിയഡ്സിനെയൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടോ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവുള്ള ഹൈപ്പോ തൈറോയിഡിസോ അല്ലെ പ്രവർത്തനം കൂടുതലുള്ള ഹൈപ്പർ തൈറോയിഡിസോ സ്റ്റേജിൽ നമ്മളത് പീരിയഡ്സിനെ അത് അഫക്റ്റ് ചെയ്യും. പീരിയഡ്സിൻ്റെ ഫ്ലോ കുറയാം, പീരിയഡ്സിൻ്റെ ക്രമം തെറ്റാം, റെഗുലാരിറ്റി പോകാം. അപ്പോൾ അത് ഇറഗുലർ പീരിയഡ്സ് ആയോ അല്ലെങ്കിൽ ഫ്ലോയിലുള്ള വ്യത്യാസമായിട്ടോ വരാം. പിന്നെ നമ്മളൊരു ഫെർട്ടിലിറ്റി ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് കൺസീവ് ചെയ്യാൻ സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പ്രഗ്നൻസിയിലാണെങ്കിലും ആദ്യത്തെ 3 മാസങ്ങളിൽ തൈറോയിഡ് അണ്ടർ കൺട്രോൾ അല്ലെങ്കിൽ മിസ്കാരേജിനുള്ള ചാൻസ് കൂടുതലാണ്. കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തൈറോയിഡ് അൺകൺട്രോൾഡുള്ള അമ്മമാർക്ക് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് വരാനുള്ള ചെറിയ റിസ്ക് ഉണ്ട്. അത് ആദ്യത്തെ മാസങ്ങളിൽ തൈറോയിഡ് കൺട്രോൾ അല്ല എങ്കിൽ. പിന്നെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസത്തിന് എപ്പോഴും ഒരു പോപ്പുലേഷൻ സ്പെസിഫിക് കട്ട് ഓഫ് എന്ന് പറയും. നമ്മൾ ആൻറ്റിബോഡി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ TSH ലെവൽ പ്രഗ്നൻസിയിൽ ഒരു 2.5 താഴെ നിർത്താനായിട്ടാണ് പറയുക. പക്ഷേ ആൻറ്റിബോഡി നെഗറ്റീവ് ആണെങ്കിൽ അതൊരു 4 താഴെ നിന്നാലും അത് നമ്മളുടെ ഒരു കേരളം, ഇന്ത്യ ആ ഒരു റേഞ്ചിലുള്ള ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ ഒരു കട്ട് ഓഫ് ആണ് അത് പറയുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിർത്താനായിട്ട് ആവശ്യമെങ്കിൽ നമ്മൾ കുറച്ച് നാളത്തേക്ക് മെഡിസിൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രഗ്നൻസിയിൽ തൈറോയിഡ് അൺകൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രഗ്നൻസി അസോസിയേറ്റഡ് ഹൈപ്പർ ടെൻഷൻ, ഗർഭ കാലയളവിൽ പ്രഷർ ഉണ്ടാവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ വേറെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഒക്കെ ചെറിയ ചെറിയ റിസ്കുകൾ തൈറോയിഡ് കൺട്രോൾ അല്ലാതെ നിൽക്കുമ്പോൾ ഉണ്ടാവും. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ജസ്റ്റേഷണൽ ട്രാൻസിയൻ തൈറോടോക്സിക്കോസിസ് ഉണ്ട്. ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മുടെ മറുപിള്ള അഥവാ പ്ലാസൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന HCG ഹോർമോണിൻ്റെ അളവ് കൂടുതൽ കാരണം TSH കുറച്ച് നാളത്തേക്ക് കുറഞ്ഞു നിൽക്കാറുണ്ട്. ആ ഒരു കേസിൽ നമുക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെയോ മറ്റു കാര്യങ്ങളുടെയോ ടെൻഷൻ്റെയോ ഒന്നും ആവശ്യമില്ല. അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നോർമൽ ആകുന്ന ഒരു സിറ്റുവേഷനാണ്. സോ അമ്മമാരും ഗർഭിണികളും ഒന്ന് ഈ കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ്, ഉറപ്പായിട്ടും ഈ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ വണ്ണം കുറയില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് സത്യമാണോ അതോ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണോ? ഒബീസിറ്റി നേരത്തെ പറഞ്ഞ അസുഖങ്ങളെ പോലെ മൾട്ടി ഫാക്ടോറിയലാണ്. നമ്മുടെ ജനറ്റിക്സ് അഥവാ പാരമ്പര്യമായിട്ട് ഒബീസിറ്റി ഉണ്ടോ, നമ്മുടെ ഭക്ഷണ രീതി, നമ്മളുടെ ഒരു വ്യായാമം, ഇതൊക്കെ ഒബീസിറ്റിക്ക് ഒരു ജനറൽ ഫാക്ടറാണ്. എന്നാൽ പോലും ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറവുള്ള ആൾക്കാരിൽ കുറച്ച് വണ്ണം കൂടാറുണ്ട്. പക്ഷേ നമ്മളത് കറക്റ്റായിട്ട് ഹോർമോൺ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു വേരിയേഷൻ വരില്ല. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ് കൊണ്ട് മാത്രമാണ് അൺകൺട്രോൾഡ് ഹൈപ്പോ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 to 3 kgs അല്ലെങ്കിൽ ഒരു 3 to 4 kg ഒക്കെ വെയിറ്റ് കൂടത്തുള്ളൂ. പക്ഷേ
തൈറോയിഡിന് പ്രശ്നമുള്ള ആൾക്കാരിൽ ജനറൽ മെറ്റബോളിസം കുറച്ച് സ്ലോ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരിൽ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയാനായിട്ട് ഇത്തിരി പ്രയാസം വരും. എന്നാൽ പോലും നമുക്കത് ആ പ്രോപ്പർ ഡയറ്റും എക്സസൈസും ബാക്കിയുള്ള ഹോർമോണൽ കറക്ഷൻസും എല്ലാം ചെയ്ത് അതിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ടും ഹൈപ്പോതൈറോയിഡിസം കൺട്രോൾഡ് അല്ല എങ്കിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ, നമ്മളുടെ ഒരു ശരീരത്തിൽ വെള്ളം കൂടുതലായിട്ട് നീർക്കെട്ടൽ എന്ന് പറയും സാധാരണ ആൾക്കാർ. അപ്പം നീർക്കെട്ടൽ പോലെ വരുമ്പോഴാണ് ആ വെയിറ്റ് ഗെയിൻ വരുന്നത്. നോർമലായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ ആ എക്സസ് വെയിറ്റ് തന്നെ പോവുകയും ചെയ്യും. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മുടെ SK ജംഗ്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ പറ്റിയും അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് ആളുകൾക്ക് ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ഫൈനലി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ജനറൽ ആയിട്ട് എന്ത് അഡ്വൈസാണ് ഡോക്ടർക്ക് കൊടുക്കാനുള്ളത്? ഒരേ ഒരു അഡ്വൈസാണ് മെയിനായിട്ടും പറയാനുള്ളത്. ഒന്ന്, തൈറോയ്ഡ് ഗ്രന്ഥിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ക്വാളിഫൈഡ് എൻഡോക്രൈനോളജിസ്റ്റിനെ സമീപിക്കുക. ഒരു എൻഡോക്രൈനോളജിസ്റ്റാണ് എപ്പോഴും നമ്മുടെ ഹോർമോൺസിനെ കുറിച്ച് കറക്റ്റായിട്ട് ഒരു ഒപ്പീനിയൻ, ഒരു സയൻറ്റിഫിക് ബാക്കിങ്ങോടുകൂടി പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പലരും ഞാൻ സ്പെഷ്യലിസ്റ്റാണ് എന്ന് പറഞ്ഞു വരുന്ന പലരുണ്ട്. അതായത് നമുക്കൊരിക്കലും ഒരു സയൻറ്റിഫിക് ടെമ്പർ, അതായത് ഒരു സയൻസിൻ്റെ ബാക്കപ്പ് ഇല്ലാതെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, വേറൊരാൾ പറഞ്ഞു, അല്ല ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. സയൻസ് ഒരിക്കലും അങ്ങനെ ഇവോൾവ് ചെയ്തു വരുന്ന ഒരു സംഭവമല്ല. ഇതിന് സ്റ്റഡീസ് ഉണ്ട്. ഒരു കാര്യവും സയൻസ് ഹാർഡ് കോറായിട്ട് നമുക്കങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അത് ഓരോ ദിവസവും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, മറ്റേ ആൾ പറഞ്ഞു, പിന്നെ സ്വയം ഡോക്ടറെന്ന് വിശേഷിപ്പിക്കുന്ന പലരും ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ക്രെഡൻഷ്യൽസ് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. തന്നെയല്ല, നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമ്മൾ ആ ഒരു ക്രെഡൻഷ്യൽസ് പരിശോധിക്കുക തന്നെ വേണം. പിന്നെ ശരിക്കും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പകുതിയോ നമ്മുടെ സമയത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു ക്വാളിഫൈഡ് ഡോക്ടർ, ഒരു ഹോർമോൺസിൻ്റെ ആണെങ്കിൽ ഒരു ക്വാളിഫൈഡ് എൻഡോക്രൈനോളജിസ്റ്റിനെ സമീപിച്ച് കറക്റ്റായിട്ട് ഡോക്ടറോട് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ എടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. സോ ഇന്ന് തൈറോയ്ഡ് ഗ്രന്ഥിയെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞല്ലേ. സോ ഇനിയും ഇതുപോലെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള SK ജംഗ്ഷനുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരുന്നത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ആൻഡ്രീസ ജോസ്. സോ വൺസ് അഗെയിൻ താങ്ക് യു പറയാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത്രയും കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ മനസ്സിലാക്കി തന്നതിന് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ അന്ന. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുത്തലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.